കന്യാസ്ത്രീ നൽകിയ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇതിനിടെ ജാമ്യ ഹർജിയുമായി ഫ്രാങ്കോയും ഹൈക്കോടതിയിൽ. കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് കോടതി പറഞ്ഞു. ഇന്ന് കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിലേക്ക് ജാമ്യ ഹർജിയുമായി ഫ്രാങ്കോ നിരീക്ഷകർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. അതേസമയം CBI അന്വേഷണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ലെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണിപ്പോൾ. CBI അന്വേഷണം ആവശ്യമില്ല എന്ന സർക്കാരിൻ്റെ കൂടി സത്യവാങ്മൂലത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആണ് ഹൈക്കോടതി കൂടുതൽ അല്പസമയത്തിനകം സലി മുഹമ്മദിലേക്ക് എത്താൻ കഴിയും. വിശദാംശങ്ങളുമായി കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അതേസമയം കന്യാസ്ത്രീയെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി പാലാ കോടതി വളപ്പിൽ നിന്നും പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, അതായത് ഇന്ന് കസ്റ്റഡി കാലാവധി തീരുകയാണ്, ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ കേസുകൾ കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ ശ്രമിച്ചവരടക്കം ഉള്ള ആളുകളിലേക്കൊക്കെയുള്ള അന്വേഷണം ഏത് ദിശയിലായിരിക്കും നീങ്ങുന്നത്? ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കസ്റ്റഡി. പ്രശാന്ത്, വിവരങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെയാണ് പ്രതി ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കസ്റ്റഡി കാലാവധി തീരുമ്പോൾ പ്രതിയെ അതിനു മുന്നോടിയായി ഇവിടെ തന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. അതിനു മുമ്പ് വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മെഡിക്കൽ സംഘം പോലീസ് ക്ലബിലെത്തി വൈദ്യ പരിശോധന നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു 2 മണിക്ക് മുമ്പായി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം പ്രത്യേകിച്ച് ജാമ്യ അപേക്ഷ അടക്കം കോടതി തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ സെഷൻസ് മുതൽ ഹൈക്കോടതി വരെയുള്ള കോടതികളെ ഇനി സമീപിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ പ്രതിഭാഗം അഭിഭാഷകൻ സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. എന്നാൽ ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഇന്ന് പ്രതിയുമായി പോലീസ് ഇവിടെയെത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. തുടർന്ന് റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ പോയേക്കാം. അങ്ങനെയെങ്കിൽ പാലാ സബ് ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകുക എന്നതാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കേസന്വേഷണമെല്ലാം തന്നെ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നു. കന്യാസ്ത്രീയെ സ്വാധീനിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം CMI സഭാ വൈദികൻ ഫാദർ ജെയിംസ് എർത്തേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് സംബന്ധിച്ച ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഇരയുടെ ചിത്രം പുറത്തുവിട്ടിട്ടുള്ള മിഷണറീസ് ഓഫ് ജീസസിന്റെ വക്താവ് സിസ്റ്റർ അമലക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ഇരയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസാണ്. ഇങ്ങനെയുള്ള ഈ കേസുകളുടെ എല്ലാം തന്നെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥൻ DSP K സുഭാഷിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ആവശ്യമെങ്കിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നറിയുന്നു. അപ്പോൾ ഈ ജാമ്യാപേക്ഷ അടക്കം ഹൈക്കോടതിയിലടക്കം വരുമ്പോൾ ഇത്തരത്തിലുള്ള ഈ കേസിന്റെ പുരോഗതി അവിടെ കാണിക്കാൻ കഴിയും. ബിഷപ്പിന്റെ ഉന്നത സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ നീക്കങ്ങളെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പക്ഷേ പോലീസിന് സാധിച്ചേക്കും. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതിയുമായി പോലീസ് പാലാ കോടതിയിൽ എത്തും. പ്രശാന്ത്, അതായത് ഒരുപക്ഷെ അതിനുശേഷം കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിൽ റിമാൻഡിലേക്ക് പോകുകയാണ്. പാലാ സബ് ജയിലിലേക്ക് തന്നെ ആയിരിക്കുമോ അതോ കോട്ടയത്തേക്ക് എന്തെങ്കിലും? കാരണം ഈ അന്വേഷണ പരിധിയിൽ വരുന്നത് പാലാ സബ് ജയിലാണ്, അവിടേക്ക് തന്നെ ആയിരിക്കുമോ മാറ്റുക? തീർച്ചയായും അങ്ങനെയാണ് സംഭവിക്കുക. മാത്രമല്ല സുരക്ഷാ ഭീഷണിയോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം തീരുമാനമുണ്ടാകുകയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പാലാ സബ് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഏറിയിട്ടുള്ളത് റിമാൻഡ് ചെയ്താൽ. തീർച്ചയായും പ്രശാന്താണ് വിശദാംശങ്ങൾ കോട്ടയത്ത് നിന്നും നൽകുന്നത്. കന്യാസ്ത്രീ നൽകിയ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇതിനിടെ ജാമ്യ ഹർജിയുമായി ഫ്രാങ്കോയും ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് കോടതി പറഞ്ഞു. കേരള സർക്കാരിൻ്റേത് സ്ത്രീപക്ഷ നിലപാടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേസിൽപ്പെട്ട ആളെ നോക്കിയല്ല ഈ സർക്കാർ കേസെടുക്കുകയെന്നും കുറ്റം ചെയ്യുന്നത് സന്യാസിയായാലും അച്ഛനായാലും മുക്രിയായാലും അവരുടെ സ്ഥാനം ജയിലിലാണെന്നും തെളിവുകൾ കണ്ടെത്തി പ്രതികളെ ശിക്ഷിക്കുക എന്നതാണ് സർക്കാർ നിലപാടെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഏത് പ്രശ്നത്തിലായാലും ഇടതുപക്ഷ സർക്കാർ ഇരകൾക്കൊപ്പമായിരിക്കും. ഒരു പ്രശ്നത്തിലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വേട്ടക്കാരുടെ കൂടെ നിന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവുകയില്ല.
ഇത്തരം കാര്യങ്ങൾ സമ്മർദ്ദത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരല്ല ഇടതുപക്ഷ സർക്കാർ. ഈ ഗവൺമെന്റിന് എല്ലാ കാലത്തും ഉള്ള സമീപനം ഇതാണ്. കുറ്റവാളികൾക്കെതിരെ തെളിവുകൾ ശേഖരിച്ച് അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കുക. ഹൈക്കോടതി ചോദിച്ചില്ലേ, നിങ്ങൾക്ക് അറസ്റ്റാണോ വേണ്ടത്, അല്ലെ ശിക്ഷയാണോ വേണ്ടത്? കുറ്റം ചെയ്യുന്നവരാരായിരുന്നാലും തെളിവുകൾ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം, അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കണം. അതിന് ഇച്ഛാശക്തി കാണിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് എന്ന് ഇപ്പോൾ നടന്ന ഈ സംഭവത്തോടു കൂടി ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കേരള പോലീസ് രാജ്യത്തിന് മുമ്പിൽ അതിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. കുറ്റവാളികളെ കയ്യാമം വെച്ച്, സ്ത്രീ പീഡകന്മാരെ കയ്യാമം വെച്ച് ജയിലറക്കുള്ളിലാക്കുന്ന ഒരു ഭരണകൂടം ഈ കേരളത്തിലുണ്ട് എന്ന് തെളിയിക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞു എന്നതാണ് ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഈ കേരളത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. കന്യാസ്ത്രീകളുടെ സമരത്തെ പിന്തുണച്ചതിന് സിസ്റ്റർ ലൂസിക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് മാനന്തവാടി രൂപതയുടെ വാർത്താക്കുറിപ്പ്. എന്നാൽ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ നിർദ്ദേശമുണ്ടെന്ന് രൂപത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സഭയ്ക്കെതിരായ പരാമർശങ്ങൾ ഇതിന് കാരണമായെന്ന് ഇടവക വികാരിയുടെ വാർത്താക്കുറിപ്പിലും വ്യക്തമാക്കിയിരുന്നു. മാനന്തവാടി രൂപത PRO ഫാദർ ജോസ് കൊച്ചറക്കലിന്റേതായി പുറത്തുവന്ന വാർത്താക്കുറിപ്പിലാണ് സിസ്റ്റർ ലൂസിക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നത്. വിശുദ്ധ കുർബാന നൽകുകയും വേദപാഠം പഠിപ്പിക്കുന്നതും സന്യാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. വിശ്വാസവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഇടവക വികാരി സിസ്റ്റർ ലൂസിയെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഇങ്ങനെ ചെയ്യാൻ ഇടവക വികാരിക്ക് അധികാരമുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വേദപാഠം, വിശുദ്ധ കുർബാന, ഇടവകയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് മാറി നിൽക്കാനായിരുന്നു കാരക്കാമല ഇടവകയുടെ നിർദ്ദേശം. കന്യാസ്ത്രീകളുടെ സമരത്തിന് പിന്തുണ നൽകി സഭയെ അവഹേളിച്ചു, സമൂഹമാധ്യമങ്ങളിലടക്കം സഭയെ പരസ്യമായി വിമർശിച്ചു എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു നടപടി. ഇക്കാര്യം സിസ്റ്റർ ലൂസി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. പ്രതികാര നടപടി സ്വീകരിച്ചു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് കാരക്കാമല ഇടവക വികാരിയുടെയും വാർത്താക്കുറിപ്പിലുള്ളത്. കത്തോലിക്ക വിശ്വാസി എന്ന നിലയിലും സന്യാസിനി എന്ന നിലയിലും വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് ഇടവക വികാരിയുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, വയനാട്. ഗോൾഡൻ ഗ്ലോബ് രാജ്യാന്തര പായ് വഞ്ചിയോട്ട മത്സരത്തിനിടെ വഞ്ചി തിരമാലയിൽപ്പെട്ട് തകർന്ന നട്ടലിന് ഗുരുതര പരിക്കേറ്റ ഇന്ത്യൻ നാവികനും മലയാളിയുമായ കമാൻഡർ അഭിലാഷ് ടോമിയുടെ അടുത്തെത്തിയതായി ഓസ്ട്രേലിയ രക്ഷിക്കാൻ തിരക്കിട്ട നീക്കം നടക്കുകയാണ്. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്ക നീങ്ങുന്നു. ഇപ്പോൾ സന്തോഷ് സർലിംഗ് വിശദാംശങ്ങളുമായി ചേരുന്നു. സന്തോഷ്, ഇപ്പോൾ സംയുക്തമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇടയുണ്ടോ? ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? സന്തോഷ്. പ്രതീക്ഷ 3 മണിക്കൂറിനുള്ളിൽ എത്താൻ കഴിയും. അഭിലാഷിന്റെ അടുത്ത് ആദ്യത്തെ മെഡിക്കൽ സംഘത്തിൽ എത്താൻ കഴിയുമെന്നാണ് ഗോൾഡൻ ഗ്ലോബ് റേസേഴ്സ് അല്പസമയം മുമ്പ്, അരമണിക്കൂർ മുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി 2.5 മണിക്കൂറിനുള്ളിൽ. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നേവി ഇതുമായി ബന്ധപ്പെട്ട ഈ ഫ്രഞ്ച്, ഇപ്പോൾ ഇദ്ദേഹത്തിന് അഭിലാഷ് ടോമിക്ക് അടുത്തെത്തിയിട്ടുള്ള ഫ്രഞ്ച് ഫിഷറീസ് പെട്രോളിംഗ് കപ്പലുമായി ബന്ധപ്പെടുന്നുണ്ട്. അവിടെ ഒരു ഐറിഷ് കപ്പിത്താനായ ഗ്രിഗർ ആണ് ഈ ഓവർസീസിന്റെ ക്യാപ്റ്റൻ. അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ നേവി അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നേവിയുടെ കപ്പലിന് 27-ാം തീയതിയോടുകൂടി മാത്രമേ ആ ഭാഗത്ത് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ മത്സ്യബന്ധന പെട്രോളിംഗ് വെഹിക്കിൾ മാത്രമാണ് ആകെയുള്ളൊരു പ്രതീക്ഷ. ഇതൊരു ചെറിയ കപ്പലാണ്, എന്നാൽ പോലും അതിനുള്ളിൽ പ്രാഥമിക വൈദ്യസഹായം നൽകാനുള്ള സംവിധാനമുണ്ട്. അവർ അറിയിച്ചിരിക്കുന്നത് അഭിലാഷ് ടോമിയുടെ ബോട്ടിന് അടുത്തെത്തിയാൽ എത്രയും വേഗം തന്നെ 2 ടീമായിട്ടുള്ള ക്രൂവിനെ ബോട്ടിനുള്ളിൽ ഇറക്കി അഭിലാഷിനെ സെക്ടറിൽ പുറത്തെത്തിച്ച് പ്രാഥമികമായ ആദ്യം തന്നെ ഫസ്റ്റ് എയ്ഡ് നൽകും എന്നതാണ്. എത്രയും വേഗം അടുത്തുള്ള കരയിൽ എത്തിക്കണം. കാരണം അതിൽ അപ്പുറത്തേക്ക് നൽകാനുള്ള വലിയ വൈദ്യസഹായം നൽകാനുള്ള സംവിധാനം ഒന്നും ഈ ഓവർസീസിന് ഇല്ല. അതുകൊണ്ട് തന്നെ പക്ഷേ അദ്ദേഹത്തെ കപ്പലിൽ എത്തിച്ചാൽ ഈ എത്രയും വേഗം തന്നെ അവിടെ നിന്ന് വിമാനമാർഗമാണെങ്കിൽ പോലും ഈ പെർത്തിൽ, അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള ഓസ്ട്രേലിയയിലെ പെർത്തിലെ തീരത്തിൽ എത്തിക്കാൻ കഴിയും. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. പക്ഷേ ഇതിനപ്പോൾ വേറൊരു ആശങ്ക നേരത്തെ ചോദിച്ചതുപോലെ ഗോൾഡൻ ഗ്ലോബ് റേസിന്റെ വാർത്താക്കുറിപ്പിൽ തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ അഭിലാഷ് ടോമിയുമായി നിരന്തരം ബന്ധപ്പെടുന്നത് ഈ അഭിലാഷ് ടോമി
ടോമിയുമായി നിരന്തരം ബന്ധപ്പെടുന്നത് 2 സാറ്റലൈറ്റ് ഫോണുകൾ വഴിയാണ്. ഒന്ന് ടെസ്റ്റിംഗ് യൂണിറ്റ് ആണ്, ടെസ്റ്റ് ചെയ്യാൻ മാത്രം സന്ദേശങ്ങൾ ടെസ്റ്റ് ചെയ്ത് അയക്കാൻ കഴിയുന്ന YB3. അതിന്റെ ബാറ്ററി ചാർജ് 5% കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഒരു ആശങ്ക. മറ്റൊന്ന് ഓൺലൈൻ ട്രാക്കർ സംവിധാനമുള്ള YB3i, അതാണ് ആ ബോട്ടിൽ ഉള്ളത്. അതിന്റെ ബാറ്ററിയും 9% കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഗോൾഡൻ ഗ്ലോബ് റേസേഴ്സ് അറിയിച്ചിരിക്കുന്ന ഒരു ആശങ്ക. പക്ഷെ എന്നാൽ പോലും അവർ പറയുന്നത് അദ്ദേഹത്തിന് സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ കഴിഞ്ഞതുകൊണ്ടും പിന്നെ സമയം 2.5 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ കഴിയുന്നതുകൊണ്ടും ഇതിന്റെ ബാറ്ററി ഇത്ര കുറയുന്നത് വലിയ ആശങ്കയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ്. അന്തരീക്ഷമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. പക്ഷേ തിരമാലകൾ അടിക്കുന്നതിന്റെ പരിധി ഇപ്പോൾ ഒരു കുറഞ്ഞിട്ടുണ്ട്. 5 മീറ്റർ ഉയരത്തിലേക്കാണ് ഇപ്പോൾ തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. നേരത്തെ 10 മീറ്റർ ഉയരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് പോയ നേവിയുടെ വിമാനത്തിന് താഴ്ന്നു പറന്ന് മാത്രമേ ആ ബോട്ടിന്റെ ചിത്രം എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ വേഗത, കാറ്റിന്റെ വേഗത 15.20 നോട്ടിക് മൈലിലേക്ക് കുറയുന്നു എന്ന് പറയുമ്പോൾ പോലും ആശങ്ക അവസാനിക്കില്ല. കാരണം നേരത്തെ 30-40 നോട്ടിക്കൽ മേഖലയിൽ അടിച്ചിരുന്ന കാറ്റാണ് ഇപ്പോൾ 15-20 കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രജീഷ്, അതായത് സന്തോഷ്, അതായത് പെർത്ത് തീരത്ത് ഏതാണ്ട് 3300 കിലോമീറ്റർ അകലെ ആണ് ഈ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട സ്ഥലമുള്ളത്. അവിടേക്ക് എത്താൻ ഇനി എത്ര ദൂരം? 12 മണിയോടുകൂടി എത്തും എന്നാണ് ഒരു പക്ഷേ അറിയിച്ചിരുന്നത്. ഈ മോശം കാലാവസ്ഥയാണോ പ്രധാനമായും ഒരു വെല്ലുവിളിയായി ഇപ്പോൾ നിൽക്കുന്നത്? അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ കാറ്റ് ഭയങ്കര വേഗത്തിൽ അടിക്കുന്നു, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് വിമാനങ്ങൾ എത്തിച്ചോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ എത്തിച്ചോ അവിടെ നിന്ന് അദ്ദേഹത്തിനെ എടുക്കാൻ കഴിയാത്തത്. പിന്നെ മറ്റൊന്ന് ഇത്രയും ദൂരം എന്നതാണ്. വളരെ വളരെ ദൂരമാണ് കരകളിൽ നിന്നൊക്കെ. അടുത്ത കരയായാൽ പോലും ഈ ചൂണ്ടിക്കാണിച്ചതുപോലെ 3000 കിലോമീറ്ററുകൾക്ക് അകലെ ആയിപ്പോയി എന്നതാണ് ഒരു പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരു ബോട്ട്, ഒരു കപ്പൽ അദ്ദേഹത്തിന് അടുത്തെത്തി ആ ബോട്ട് ഒപ്പം ചേർത്ത് അദ്ദേഹത്തിന് അതിനുള്ളിൽ നിന്ന് എടുക്കുക എന്ന് മാത്രമാണ് ആകെയുള്ളൊരു പോം വഴി. അന്തരീക്ഷത്തിന്റെ ഇപ്പൊ ഈ പറയുന്ന പോലെ കാറ്റ് ആഞ്ഞ് വീശുന്നതും തിരമാലകൾ ആഞ്ഞടിക്കുന്നതും തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം. പക്ഷേ ഈ ഇദ്ദേഹത്തിന്റെ അടുത്തെത്തിയിരിക്കുന്ന ഈ ഫ്രഞ്ച് മത്സ്യയാന പെട്രോളിംഗ് കപ്പലിന്, ഒരു ചെറിയ കപ്പലാണെങ്കിൽ പോലും ഇത്തരം പ്രതികൂല കാലാവസ്ഥകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു കപ്പൽ കൂടിയാണ്. കാലങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് മാത്രമല്ല അതിന്റെ കപ്പിത്താനായ ഐറിഷ് കപ്പിത്താനായ ഗ്രിഗറിനും ഇത്തരം പ്രതികൂല കാലാവസ്ഥകളിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന നല്ല പരിചയവുമുണ്ട്. അത് ഓസ്ട്രേലിയയും ഇന്ത്യയിലും ഇപ്പോൾ അദ്ദേഹത്തിലാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. അദ്ദേഹവുമായാണ് നിരന്തരം ബന്ധപ്പെടുന്നത് പോലും. ഏറ്റവും അവസാനം അദ്ദേഹം തന്നെ കൈമാറിയ സന്ദേശപ്രകാരം അടുത്തെത്താറായി എന്നതാണ്. ഏകദേശം അഭിലാഷ് ടോമി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഏകദേശം 230 നോട്ടിക് മൈലിന് സമീപം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ കപ്പൽ എന്നതാണ്. അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു വേഗത അനുസരിച്ച് പോവുകയാണെങ്കിൽ 3 മണിക്കൂർ എന്നാണ്. പക്ഷേ കുറച്ചുകൂടി എളുപ്പത്തിൽ എത്താൻ കഴിയും എന്ന് ഇന്ത്യൻ നേവി പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഫസ്റ്റ് എയ്ഡ് നൽകും. കാരണം ആദ്യം വെള്ളം നൽകണം, അദ്ദേഹം ഛർദ്ദൽ നിർത്തണം എന്നതാണ് ഒരു പ്രശ്നം. അദ്ദേഹത്തിന് എഴുന്നേൽക്കാനാകുന്നില്ല എന്നൊരു പ്രശ്നം, നെഞ്ചെരിയുന്നുണ്ട് എന്നൊരു സന്ദേശവും അഭിലാഷ് ടോമി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നൽകേണ്ട അദ്ദേഹത്തിന് ഈ ഛർദ്ദൽ നിർത്തുക എന്നതാണ്. പിന്നെ പ്രാഥമിക ഭക്ഷണം നൽകുക, അതിനുശേഷം എത്രയും വേഗം അദ്ദേഹത്തിനെ പുറത്തിലെത്തിക്കും. ഈ റേഡിയോ സന്ദേശത്തോട് അവസാനമായി പ്രതികരിച്ചത് എപ്പോഴാണ്? ഏറ്റവും ഒടുവിലായി സന്ദേശം ലഭിക്കുന്നത് രാവിലെ 8:30 അഭിലാഷ് ടോമി ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു എന്നാണ് ഗോൾഡൻ ഗ്ലോബ് റേസ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹവുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ സുരക്ഷിതനായി ഇരിക്കേണ്ടത് എന്നത് സംബന്ധിച്ചും ഈ ഏറ്റവും അടുത്തുള്ള ഒറിസിസ് എന്ന കപ്പൽ എത്തിക്കഴിഞ്ഞാൽ അവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ചും അഭിലാഷ് ടോമിയോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഗോൾഡൻ ഗ്ലോബ് റേസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിൽ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അദ്ദേഹം പൂർണ്ണമായും അവെയറാണ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും ഇനി എങ്ങനെയാണ് തന്നെ രക്ഷപ്പെടുത്താൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അഭിലാഷ് ടോമിക്ക് കൃത്യമായി അറിവുണ്ട്. അഭിലാഷ് ടോമി ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇത്തരം കടൽ കടക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് മനസാന്നിധ്യത്തോടെ പിടിച്ചു നിർക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് ഗോൾഡൻ ഗ്രേസ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ സന്തോഷം, അതായത് തിരമാലയുടെ കാരണം 30 നോട്ടിക്കൽ മൈൽ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. തിരമാലയുടെയൊക്കെ തന്നെ ഗതി എങ്ങനെയാണ് ഈ പ്രദേശത്ത്? അത് സംബന്ധിച്ച് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഏത് നിലയ്ക്കാണ് ഏകോപിപ്പിക്കുന്നത്? ആ നിലയ്ക്ക് അന്തരീക്ഷത്തിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്?
പ്രജീഷ്, ഏറ്റവും അവസാനം അവിടുത്തെ ഒരു കാലാവസ്ഥ നിർണയിച്ചുകൊണ്ട് ഈ ഗോൾഡൻ ഗ്ലോബ് അധികൃതർ അദ്ദേഹത്തിന്റെ ഈ അഭിലാഷ് ടോമിയുടെ സമീപ ഭാഗത്തുള്ള മറ്റ് മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് കപ്പലുകൾ ബോട്ടിലുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊണ്ട് അവിടുത്തെ അനലൈസ് ചെയ്തുകൊണ്ട് സാറ്റലൈറ്റുകളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കാറ്റിന്റെ വേഗം 15 മുതൽ 20 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ്. തിരമാലകളുടെ ശക്തി 5 മീറ്റർ ഉയരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ്. ഒരു കപ്പൽ അടുത്ത് പോയാൽ അഭിലാഷ് ടോമിയെ രക്ഷിക്കാൻ കഴിയും എന്നതാണ് സാഹചര്യം. പക്ഷേ ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലെയും അധികൃതർക്ക്, പ്രത്യേകിച്ച് നേവി അധികൃതർക്ക് ആശങ്കകൾ തീരുന്നില്ല. അവരൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഓറിസസ് എന്നത് ഒരു ചെറിയ കപ്പലാണ് എന്നത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഒരു വൈദ്യസഹായത്തിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷേ എത്ര വേഗത്തിൽ പോയാലും ഇന്ത്യയുടെ ഷിപ്പിംഗ് കപ്പലായാലും ഓസ്ട്രേലിയ വാർഷിപ്പായ HIMS ആയിരുന്നു, അതാണ് കുറച്ചുകൂടി അടുത്തുള്ളത്. 27-ാം തീയതി അഭിലാഷ് ടോമിക്ക് അടുത്തെത്താൻ കഴിയുന്ന ഒരു ഓസ്ട്രേലിയൻ കപ്പലാണ് ഓസ്ട്രേലിയൻ വാർഷിപ്പായ HMAS. ഇത് രണ്ടുപേരുമാണ് കൂടുതൽ ഒരു വലിയൊരു സഹായം, വലിയ രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയുന്നത്. കാരണം ഒരു മിനി സർജറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള കപ്പൽ കൂടിയാണ് ഈ വാർഷിപ്പുകൾ. അവിടെ നിന്ന് അദ്ദേഹത്തെ വിമാനമാർഗം എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ കഴിയുമെന്നതാണ്. ഈ ഓറിസിസ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയാൽ പോലും, ഇന്നിപ്പോൾ രക്ഷപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ പെർത്തിലേക്കുള്ള തീരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ആ ദിശ നോക്കി പോകുന്ന ഇന്ത്യയുടെ ഓസ്ട്രേലിയ കപ്പലുകൾക്ക് എത്രയും വേഗം ഈ ഓറിസിസിന്റെ അടുത്ത് എത്താൻ കഴിയും. അപ്പൊ കപ്പലിൽ വെച്ച് തന്നെ അഭിലാഷ് ടോമിയെ വാർഷിപ്പുകളിലേക്ക് മാറ്റും, അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹത്തെ കരയിലേക്ക് മാറ്റും. ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഇപ്പോൾ രാജഗോപാൽ കമ്മത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, അതായത് ഈ മേഖല, അഭിലാഷ് ടോമി അപകടത്തിൽപ്പെട്ടിരിക്കുന്ന മേഖല പ്രധാനമായും അവിടെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വെല്ലുവിളിയാണ് മുഖ്യമായും. കാരണം 30 നോട്ടിക്കൽ മൈൽ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. ഈ പ്രദേശത്തേക്ക് സാഹചര്യം ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി നേരിടുമോ? കാലാവസ്ഥ മാറാനുള്ള ഒക്കെ സാഹചര്യം എങ്ങനെയാണ്? അവിടുത്തെ പൊതുസ്ഥിതി എങ്ങനെയാണ്? ഈ നമ്മുടെ കപ്പൽശാലുള്ള ഒരു മേഖലയല്ല. സാധാരണ യാത്രാ കപ്പലുകളൊന്നും പോകാത്ത ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏറ്റവും ഓസ്ട്രേലിയയുടെ തീരത്തിനടുത്തൊക്കെ ആയിട്ടുള്ള ഒരു മേഖലയാണ്. പക്ഷെ ഓസ്ട്രേലിയ തീരത്തിനടുത്തല്ല, ഓസ്ട്രേലിയ തീരത്തു നിന്നും കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെ എത്തിപ്പെടുക വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. കാരണം മാക്സിമം ഒരു 8-10 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ കപ്പൽ ആ ഭാഗത്തൂടെ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇപ്പോൾ വളരെ കലുഷിതമായ കാലാവസ്ഥയാണ്. നമുക്കറിയാം, ഇപ്പോൾ പൊതുവെ ആഗോള കാലാവസ്ഥ എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള കടലും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ആ ഭാഗത്ത് ഇന്ത്യ ഓഷ്യനിലും പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും എല്ലാം തന്നെ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു അപകടം സാഹസികനായ അഭിലാഷ് ടോമിക്ക് വന്നുപെട്ടത്. അത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമായി പോയി. കാരണം ഈ ഒരു പര്യവേക്ഷണം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹസികമായ ദൗത്യം എന്ന് പറയുന്നത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം അത് പൂർത്തിയാക്കും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. ഇപ്പോൾ 3 പേര് 3-ാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം ഈ അപകടം കണഞ്ഞപ്പോൾ. അപ്പോ ഏതായാലും വളരെ നല്ല ആശയവിനിമയ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ അറിയാനും അവിടെ എത്തിപ്പെടാനും സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അത് മാത്രമല്ല, ഒരു കപ്പൽ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏകദേശം ഒരു 20 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. അടുത്ത ഒരു 10-12 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ എത്തുമായിരിക്കണം അവിടെ. അപ്പൊ അദ്ദേഹത്തിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് പിന്നെ കരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉദ്യമം. അദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളം. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, അതായത് ഈ പ്രദേശത്തേക്ക് കാലാവസ്ഥ കുറച്ചുകൂടി താങ്കൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും വെല്ലുവിളി, മുഖ്യമായും വെല്ലുവിളി കാലാവസ്ഥ തന്നെയാണോ, അതോ അതിനെ ഭേദിച്ച് എത്താനുള്ള, കാരണം ഇത്രയും മണിക്കൂറുകൾ പിന്നിടുന്നു, എന്തായിരിക്കാം? നമുക്ക് എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഉണ്ട്, നാവികസേനയടക്കം ആ രീതിക്ക് മുന്നോട്ട് പോകുന്നു, രാജ്യാന്തര തലത്തിലുള്ള ബന്ധം സർക്കാർ കേന്ദ്ര തലത്തിലൊക്കെ തന്നെ ഇടപെടുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ഒരു തടസ്സമായി നിൽക്കുന്നത്, വെല്ലുവിളിയെ താങ്കൾ കാണാം? നമുക്ക് അവിടെ പോയിട്ട് ഇപ്പോൾ ഹെലികോപ്റ്ററിലോ മറ്റോ പോയി രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് അങ്ങനെ പറ്റില്ല. കാരണം ആ രീതിയിലുള്ള പ്രക്ഷുബ്ധമായ കാലാവസ്ഥയാണ്. അവിടുത്തെ കാറ്റും ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ 40 നോട്ടിക്കൽ മൈൽ വേഗതയിലുള്ള കാറ്റ്, പിന്നെ അത് മാത്രമല്ല പ്രക്ഷുബ്ധമായ കടൽ, ഇത് രണ്ടും ശരിക്കും ഒരു നമ്മുടെ ആ ദൗത്യത്തിന് എതിരായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് അവർ പോകേണ്ടത്. കാരണം പോയി രക്ഷാദൗത്യത്തിന് പോകുന്ന കപ്പലും
ശരിക്കും പ്രശ്നത്തിൽപ്പെടാൻ പാടില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. കാരണം ഇന്ധനം നിറയ്ക്കാനായിട്ടുള്ള സംവിധാനം ഇടയ്ക്ക് എവിടെയും ഇല്ല. അവിടെയെങ്കിലും ദ്വീപുകളിലൊന്നും ഈ രീതിയിലുള്ള ഇന്ധനം നിറയ്ക്കാനായിട്ടുള്ള സംവിധാനം ഈ വിമാനങ്ങൾക്ക് കൊടുക്കാനാകുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സങ്കീർണമായ ഒരു ദൗത്യമാകുന്നത്. അദ്ദേഹത്തിന് പരിക്ക് എത്രത്തോളം സാരമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കാരണം കാല് ചെറുതായിട്ട് മാത്രമേ അനക്കാൻ പറ്റുന്നുള്ളൂ, മുതുകിലാണ് പരിക്കെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ഒടിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നീങ്ങാൻ പ്രയാസമായിരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് പായവഞ്ചിയിൽ ആളിറങ്ങി അവിടുന്ന് രക്ഷാദൗത്യമാണ് നടത്തേണ്ടത്. അതായത് രാജഗോപാൽ കമ്പത്ത്, അതായത് ഇനി കുറച്ച് സമയം കൂടി എടുത്താലും ഈ കപ്പൽ ഒരു പക്ഷേ സുരക്ഷിതമായി തന്നെ അവിടെ ഉണ്ടാകും, സിഗ്നൽ ആ നിലയ്ക്ക് തന്നെ നമുക്ക് ലഭിക്കും, അങ്ങനെ ഒരു തടസ്സം എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതൊരു പക്ഷേ ഒരു ആശ്ചര്യമുണ്ടോ അക്കാര്യത്തിൽ? ശരിക്കും ആശയവിനിമയ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ വളരെ കലുഷിതമായ സാഹചര്യങ്ങളിൽ തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ലോകം ചുറ്റി വന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ചങ്കുറപ്പും ആ ഒരു നിശ്ചയദാർഢ്യവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവിടെ രക്ഷാദൗത്യത്തെ എത്താനായിട്ടുള്ള വഴികളൊക്കെ അദ്ദേഹം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് അവിടുത്തെ കാലാവസ്ഥയിൽ ഇപ്പൊ തൽക്കാലം മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. അടുത്ത 24 മണിക്കൂറിലത്തേക്ക് എന്തായാലും മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. അവിടെ കടൽ പ്രക്ഷുബ്ധമായിട്ടിരിക്കും തന്നെയാണ് ഞാൻ അറിയുന്നത്. കാരണം ഈ മേഖലയിൽ ഇപ്പൊ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ മുതൽ അങ്ങോട്ടുള്ള മേഖലയിൽ, ഇപ്പൊ ഇക്വേറ്റർ കഴിഞ്ഞിരിക്കുന്ന അങ്ങോട്ടുള്ള മേഖലകളിലെല്ലാം പ്രശ്നമുണ്ടാകുന്ന മേഖലയാണ്. അത് നമുക്ക് ഒഴിവാക്കാനാവില്ല. കാരണം അത് ഭൂപ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂഭാഗത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പായവഞ്ചിയുടെ ഇത് ഒടിഞ്ഞു വീണിട്ട് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. എത്രത്തോളം സാരമാണെന്നുള്ളതാണ് നമുക്കിപ്പോ പ്രശ്നം ഉണ്ടാകുന്നത്. ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഈ കലുഷിതമായ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ആ പരിക്ക് പറ്റിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ പ്രശ്നം. അല്ലെങ്കിൽ അത് ഏതെങ്കിലും പിന്നെ ഒരു കാര്യം ഞാൻ കേട്ടു, ഇത് ചെരിഞ്ഞു പോയി എന്നുള്ളൊരു വാർത്ത കേട്ടു. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. ചെരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്വല്പം പ്രശ്നമുണ്ടാക്കുന്ന ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് എത്രത്തോളം വാസ്തവമാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശുഭ വാർത്ത ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം. ഇത്തരത്തിലുള്ള സാഹസിക ദൗത്യങ്ങളാണ് നമ്മളെ ശരിക്കും മാനവരാശിയുടെ ഉന്നമനത്തിലും ഒക്കെ കാരണമായിട്ടുള്ളത്. അപ്പൊ ഏതായാലും നമുക്കെല്ലാം എപ്പോൾ ആഗ്രഹിക്കാവുന്നത് അഭിലാഷ് ടോമി തിരിച്ച് എത്തട്ടെ, ആരോഗ്യമായിട്ട് എത്തട്ടെ എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് ആശിക്കാനുള്ളത്. അതായത് മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗത്തിലാണ് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ സഞ്ചരിക്കാനുള്ള ആ ഒരു പരിധിയുള്ളൂ. ആ നിലയ്ക്ക് ഇനി താങ്കൾ ആ കാലാവസ്ഥ കൂടുതൽ മൂർച്ഛിക്കാൻ ഈ സമയം പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഓരോ ടൈമിങ്ങിനനുസരിച്ച് കാലാവസ്ഥയുടെ ഗതി ഈ പ്രദേശത്തൊക്കെ മാറാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ധനമൊക്കെ പോകുന്ന വാഹനങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് അവരുടെ ജീവൻ കൂടി സുരക്ഷിതമാകുക, മാത്രമല്ല കാലാവസ്ഥ അനുയോജ്യമായ രീതിയിലേക്ക് അവിടെ എത്തുക, ഇതൊക്കെ ഒരു കൂട്ടിയോജിക്കുമ്പോൾ ഏതൊക്കെ നിലയിലുള്ള സംയോജിതമായ മാർഗങ്ങളാണ് തേടേണ്ടത്? നമ്മുടെ സാങ്കേതിക വിദ്യകൾ, കാലാവസ്ഥ എല്ലാം കൂടി പരിഗണിച്ച് ഒരു സാഹസം ആ നിലയ്ക്ക് ഉള്ള നമ്മുടെ കൂടി ഇന്ത്യൻ സാങ്കേതിക വിദ്യ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് എന്ത് മാർഗങ്ങൾ അവിടെ ചെലുത്താൻ കഴിയും രാജഗോപാൽ കമ്പത്ത്? അവിടെ നമുക്കിപ്പോ അതിപ്പോ ഈ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന അവസ്ഥയിലാണ്. ഇപ്പൊ അതിപ്പം പ്രത്യേകിച്ച് അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. കാരണം അതിന്റെ പായ കെട്ടുന്ന ഇതാണ് ഒടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പൊ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും തൽക്കാലമില്ല. അപ്പൊ അതിങ്ങനെ നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോ ഈ നമ്മൾ പോകുന്ന കപ്പലിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള വളരെ ഊർജിതമായിട്ടുള്ള ഒരു ശ്രമം ഇപ്പോൾ തന്നെ വേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇവിടുന്ന് ഒരു വിമാനം പോയിട്ട് അതിനുവേണ്ടിയുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തിയെന്നൊക്കെ ഉള്ളതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് ശരിക്കും അന്താരാഷ്ട്ര ഏജൻസികളെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടൊക്കെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ കുറെ പേർ ഇതിനകത്ത് നിന്ന് പിൻവാങ്ങിയിരുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ ഈ വർഷം ഇത് വേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഈ വർഷവും അടുത്ത വർഷവും നമ്മുടെ മഹാസമുദ്രങ്ങളിലെല്ലാം വളരെ കലുഷിതമായ കാലാവസ്ഥയായിരിക്കും. നമുക്കറിയാം 7 or 8 സൈക്ലോണുകളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുകയും അതാണ് അത് പറയുമ്പോൾ ഡോക്ടർ രാജഗോപാൽ കമ്പത്ത്, അതായത് മുൻപും ഇത്തരത്തിലുള്ള സാഹചര്യത്തിന് ഇറങ്ങിയ ആളുകൾ അവര് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ മേഖലകളിലൂടെയൊക്കെ യാത്ര ചെയ്തവരുണ്ടാകുമോ? ആ മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു പക്ഷേ അപകടങ്ങളിലേക്കൊക്കെ പെട്ടവർ അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചവർ ആ നിലയ്ക്ക് കൂടി ഒന്ന് ചിന്തിച്ചാൽ
അല്ല, ശരിക്കും ആ മേഖലയിലൂടെ നമ്മൾ അധികം സഞ്ചരിക്കാത്ത ഒരു ഇടമാണ് ശരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ 2018-19 കാലയളവില് വളരെ കലുഷിതമായ കാലാവസ്ഥയാണെന്ന് നമുക്ക് നേരത്തെ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ സ്പേസ് വെതറിന്റെയും മറ്റും സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കലുഷിതമായ സാഹചര്യം മുൻകൂട്ടി കാണണമായിരുന്നു. അപ്പൊ അത് നമുക്കൊരു അതിന്റെ ഓർഗനൈസിങ് ചെയ്ത ആളുകൾക്ക് അതൊരു പിഴവായി എന്ന് വേണം കരുതേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയുള്ള സമയത്ത് ഇത്തരം ദൗത്യങ്ങൾക്ക് ഒരു കാരണവശാലും അനുമതി കൊടുക്കാൻ പാടുള്ളതല്ല. അടുത്ത ഈ 2020 വരെയെങ്കിലും ഈ ഒരു ദൗത്യത്തിന് ശരിക്കും ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയല്ല ശരിക്കും ഭൂഭാഗം ദർശിക്കാൻ പോകുന്നത്. കാരണം സൂര്യന്റെ ഒരു പ്രത്യേകതകൾ കൊണ്ട് നമ്മുടെ അന്തരീക്ഷം ശരിക്കും കലുഷിതമാകും. നമ്മളും അത് അനുഭവിച്ചതാണ്. തായ്ലൻഡിലും ജപ്പാനിലും ഇത് ഫിലിപ്പൈൻസിലും അമേരിക്കയിലും ഒക്കെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥകൾ മറ്റ് മഹാസമുദ്ര ഭാഗങ്ങളിലും ഉണ്ടാകും. ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ തിക്തഫലങ്ങളും അനുഭവിക്കുന്നത് ദ്വീപ് നിവാസികളും ഈ രീതിയിലുള്ള കപ്പൽ യാത്ര നടത്തുന്നവരാണ്. ഇത് അതിസാഹസികമായ ഒരു ദൗത്യം തന്നെയാണ്. പക്ഷേ എന്നിരിക്കലും നമുക്ക് ഈ ഒരു ചെറിയ പായ്വഞ്ചി അത് അതിസാഹസികമായ ദൗത്യം. പോളിനേഷ്യക്കാരുടെ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ അതിസാഹസികരായ പോളിനേഷ്യക്കാരെക്കാൾ വളരെ സാഹസികമായ ഒരു ദൗത്യമാണ്. നമുക്കിപ്പോ GPS-ഉം മറ്റു സംവിധാനങ്ങളും സാറ്റലൈറ്റ് ഫോണും ഒക്കെ ഉണ്ട്. പക്ഷെ എന്തിരിക്കലും ഫിസിക്കലായിട്ട് നമ്മൾ ഭൗതികമായിട്ട് നമുക്ക് ഈ ഇത്രയും ദൂരം ചുറ്റി വരിക എന്ന് പറയുന്നത് തന്നെ അത് വലിയൊരു സാഹസികമായ ഒരു കാര്യം തന്നെയാണ്. ഇത്രയധികം സംവിധാനങ്ങളുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഈ ഇത്രയും ദൂരത്ത് മഹാസമുദ്രം 3000-4000 കിലോമീറ്റർ കരയിൽ നിന്നും അകലെയുള്ള ഒരിടത്ത് മഹാസമുദ്ര ഭാഗത്ത് അകപ്പെടുക എന്ന് പറയുന്നത് തന്നെ അധികം ആർക്കും ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരുപക്ഷെ മാനസികാവസ്ഥയ്ക്ക് കൂടി, കാരണം അതുകൂടി നമ്മൾ ഒരുപക്ഷെ സാഹസികന്റെ ആ മാനസികാവസ്ഥ കൂടി നമ്മൾ ഇവിടെ ഒരുപക്ഷെ ചർച്ചയ്ക്ക് വിധേയമാക്കണം. ധീരനായ ഒരു മനുഷ്യനാണ് അഭിലാഷ് ടോമി. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസവും ഞാൻ വളരെയധികം കാര്യമായിട്ട് തന്നെ ചിന്തിക്കുകയായിരുന്നു. കാരണം വളരെയധികം ധൈര്യമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇതിനെ അതിജീവിക്കുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ എത്രത്തോളം പെട്ടെന്ന്, കാരണം ആഹാര സാധനങ്ങളൊക്കെ അവിടെയുണ്ട്, മാസങ്ങളോളം കഴിക്കാനുള്ള ആഹാര സാധനങ്ങൾ അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പരുക്ക് എത്രത്തോളം ഉള്ളതാണ് എനിക്കൊരു സംശയം. കാരണം ഇതിന് ത്രോംബോസിസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷെ അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ കാലോ കയ്യോ പരുക്കുകളോ പറ്റിക്കഴിഞ്ഞാൽ രക്തക്കട്ടകൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അതും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾ അതിനുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ജലപാനം ചെയ്തുകൊണ്ട് കുറെ നേരമൊക്കെ ഇരുന്ന് അധികം കലനക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ രക്തക്കട്ടകൾ മറ്റിടങ്ങളിലേക്ക് എത്താതെ സൂക്ഷിക്കാം. അദ്ദേഹത്തിന് മുതുകത്താണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് അറിയാം. കാല് ചെറുതായിട്ട് മാത്രമേ അനക്കാൻ പറ്റത്തുള്ളൂ എന്നും ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു. ഒരുമാതിരിപ്പെട്ട ഫസ്റ്റ് എയ്ഡും ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടിയുള്ള സംവിധാനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഒരു പ്രശ്നമില്ല. ഈ കപ്പൽ അവിടെ എത്തുന്ന താമസം തന്നെ അതിനു മുന്നിൽ ഈ അടുത്ത മണിക്കൂറുകളിൽ തന്നെ അദ്ദേഹത്തെ രക്ഷിച്ച് ആ കപ്പലിൽ എത്തിച്ച് അതിന് വേണ്ടതായിട്ടുള്ള പ്രതിവിധികളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യാശിക്കുന്നത്. ശരിക്കും യെസ്, തീർച്ചയായും അതാണ് ശ്രീ രാജഗോപാൽ കമ്മത്ത്. ലോകവും അങ്ങനെയുള്ള പ്രാർത്ഥനയിലാണ്, കേരളീയരും അടക്കം ആ പ്രാർത്ഥനയിലേക്കാണ് പോകുന്നത്. വളരെ നന്ദി രാജഗോപാൽ കമ്മത്ത്, അവിടുത്തെ സാഹചര്യങ്ങൾ, ആ പ്രദേശത്തെ കാലാവസ്ഥയുടെ ഗതി സംബന്ധിച്ച് കൂടി വ്യക്തമാക്കിയതിന്. സന്തോഷിലേക്ക് ഒരിക്കൽ കൂടി പോകുന്ന സന്തോഷ്, ദില്ലിയിൽ നിന്നും ചെയ്യുന്ന സന്തോഷ്. അതായത് ഈ നിമിഷം വരെയുള്ള പ്രതീക്ഷകൾ സംബന്ധിച്ച് സാങ്കേതികമായിട്ട് എത്രത്തോളം സംവിധാനങ്ങൾ രക്ഷാദൗത്യത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഏറ്റവും അവസാനമായി സിഗ്നൽ ലഭിക്കുന്നുണ്ടോ, വിവരങ്ങൾ അഭിലാഷിൽ ലഭിക്കുന്ന ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ്? സന്തോഷ്. അഭിലാഷ് ടോമി ഇപ്പോൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് 30 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് മാറിയാണ് ഓറിസിസ് എന്ന കപ്പൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ദുഷ്കരമായൊരു കാലാവസ്ഥാ സാഹചര്യം മൂലം കപ്പലിന്റെ വേഗത കപ്പിത്താൻ 1.5 നോട്ടിക്കൽ മൈലായി കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയൊരു വിവരം. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിനടുത്ത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും 2-2.5 മണിക്കൂറിനുള്ളിൽ തന്നെ അഭിലാഷ് ടോമിക്ക് അടുത്തെത്താൻ കഴിയും. അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സ്ഥലം പരിചിതമല്ല നമുക്കൊന്നും. പ്രത്യേകിച്ച് വാർഷിപ്പുകൾക്ക് മാത്രമാണ് ഇത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെയുള്ള ഒരു പരിചയമുള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും അത്ര അടുത്ത്
പെട്ടെന്നുള്ള ഒരു സ്ഥലമല്ല, ഒറ്റപ്പെട്ട ഒരു കടൽ മേഖല കൂടിയാണ്. അദ്ദേഹത്തിന് അവിടുത്തെ ഒരു കാലാവസ്ഥയാണ് വലിയ പ്രശ്നമായി എത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനടുത്ത് ഇപ്പോഴത്തെ വേഗത്തിൽ പോവുകയാണെങ്കിൽ പോലും കപ്പൽ ഓറിസിന് ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ എത്താൻ കഴിയും. അദ്ദേഹത്തിന് എടുക്കാൻ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും കഴിയും. അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. അദ്ദേഹവുമായി ടെക്സ്റ്റ് മെസ്സേജ് വഴി ചെയ്യാനും പിന്നെ സിഗ്നൽ ലഭിക്കുന്ന ചില സാറ്റലൈറ്റ് ഫോണുകളുടെ ബാറ്ററി ചാർജ് കുറയുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന് വലിയ പ്രശ്നമില്ല. കാരണം അദ്ദേഹം കിടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ബാറ്ററി സിഗ്നലുകൾ ഇനി പോയാൽ പോലും വലിയ പ്രോബ്ലം ഇല്ല എന്നാണ് ഗോൾഡൻ ഗ്രേസ് റേഡിയോ അറിയിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ചോളം റെഡ് അലർട്ടായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതും. ഇന്ത്യയുടെയും ഓസ്ട്രേലിയയിലെയും നേവികൾ സംയുക്ത ഓപ്പറേഷൻ നടത്തുകയാണെന്ന് നേവി വക്താവ് അറിയിക്കുകയും ചെയ്തു. ഇന്ത്യൻ നേവിയും ഈ ഓറിസിന്റെ കപ്പിത്താനുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. കൂടാതെ കൂടുതൽ ഓസ്ട്രേലിയൻ കപ്പലുകൾ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അവർക്ക് എത്താനുള്ള ദൂരമാണ് ഒരു പ്രശ്നം. എന്നാൽ പോലും പകുതി വഴിയിലാണെങ്കിൽ പോലും ഈ ഓറിസിൽ എത്തുന്ന അഭിലാഷ് ടോമിയെ അവിടെ നിന്ന് ഈ ഓസ്ട്രേലിയൻ കപ്പലിലേക്ക് മാറ്റി തുടർന്ന് തീരത്തേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയുന്നതാൽ ഇന്ന് ഓറിസിന് അദ്ദേഹത്തിന് 2.5 മണിക്കൂറിനുള്ളിൽ എടുക്കാൻ കഴിഞ്ഞാൽ നാളെ രാവിലെയോടുകൂടി അദ്ദേഹത്തിന് ഏറ്റവും അടുത്തുള്ള കരയിലേക്ക് എത്തിക്കാൻ മറ്റു വാർഷിപ്പുകളുടെ സഹായത്തോടെ കഴിയും. പ്രതീക്ഷ. ശരി, സന്തോഷമാണ് വിശദാംശങ്ങൾ. പുറത്തിലേക്ക് പാലക്കാട് മംഗലം ഡാമിന് സമീപം പുലി കമ്പിവേലിയിൽ കുടുങ്ങി. ഓടന്തോട് ചാലി എസ്റ്റേറ്റിലാണ് പുലി കുടുങ്ങിയത്. വനപാലകരെത്തി പുലിയെ കൂട്ടിലാക്കാൻ ശ്രമം ആരംഭിച്ചിരിക്കുന്നു. സിജു കണ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. സിജു, അതായത് മണിക്കൂറുകൾ പിന്നിടുന്നു. അതായത് പുലിയെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ, നാട്ടുകാർ പരിഭ്രാന്തരാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രജീഷ്, പാലക്കാട് മംഗലം ഡാമിനടുത്താണ് പുലി കുടുങ്ങിയിരിക്കുന്നത്. നന്നങ്ങാടിയിലെ ഓടന്തോട് എസ്റ്റേറ്റിനടുത്ത് കമ്പിവേലികൾക്കിടയിൽ കുടുങ്ങിയ നിലയിലാണ് പുലിയെ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ എസ്റ്റേറ്റിലെ തൊഴിലാളികളും അതോടൊപ്പം നാട്ടുകാരുമാണ് പുലി കമ്പിവേലിയിൽ കുടുങ്ങിയിരിക്കുന്നതായി കണ്ടത്. തുടർന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. റബ്ബർ തോട്ടവും വലിയ കാടുകളുമെല്ലാം ഉള്ള ഒരു മേഖലയാണ്. തൊട്ടടുത്തുള്ള പാലക്കുഴി വനമേഖലയിൽ നിന്നാണ് പുലി എത്തിയതാകാമെന്നാണ് നിലവിൽ സംശയിക്കുന്നത്. നിലവിൽ പുലി കമ്പിവേലിയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. നിലവിൽ വനപാലകരുടെ നേതൃത്വത്തിൽ പുലിയെ കൂട്ടിനകത്തേക്ക് കയറ്റി മറ്റേതെങ്കിലും വനമേഖലയിലേക്ക് കൊണ്ടുവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മയക്കുവെടി വെച്ച് പുലിയെ കൂട്ടിലടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പുലിക്ക് മറ്റു തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. മയക്കുവെടി വിദഗ്ധർ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ പുലിയെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിക്കേറ്റിട്ടുണ്ടോ ഈ കമ്പിവേലിയിൽ കുടുങ്ങി? അങ്ങനെ എന്തെങ്കിലും? പ്രജീഷ്, കമ്പിവേലിയിൽ കുടുങ്ങിയതിനാൽ ചെറിയ ചില പരിക്കുകൾ പുലിക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ കമ്പിവേലിയിൽ നിന്ന് രക്ഷപ്പെടാൻ കുതിരിമാറാനുള്ള ശ്രമം രാവിലെ മുതൽ തന്നെ പുലി നടത്തിയിരുന്നു. നാട്ടുകാരും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമെല്ലാം സംഭവ സ്ഥലത്തെത്തിയതോടുകൂടി പുലി വലിയ രീതിയിൽ പരിഭ്രാന്തനാകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും വലിയ അപകടമില്ലാത്ത തരത്തിൽ പുലിയെ ഈ കമ്പിവേലിക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് കൂട്ടിലടച്ച് മറ്റേതെങ്കിലും വനമേഖലയിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. വ്യക്തമാണ്. പാലക്കാട് മംഗലം ഡാമിന് സമീപത്തെ കമ്പിവേലിക്കുള്ളിലാണ് പുലി കുടുങ്ങിയത്. രക്ഷിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. മണക്കാട് വീട്ടമ്മയെ വീട്ടിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. തൂത്തുക്കുടി സ്വദേശിനി കന്യമ്മയാണ് മരിച്ചത്. ഇവരുടെ ഭർത്താവ് മാരിയപ്പനെ കാണാതായിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവമെന്ന് കരുതുന്നു. വഴക്കിനെ തുടർന്ന് കന്യമ്മയെ മാരിയപ്പൻ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. ജീവൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ജീവൻ, എപ്പോഴായിരുന്നു സംഭവം? അയൽവാസികൾ എന്താണ് പറയുന്നത് ഇത് സംബന്ധിച്ചപ്പം പോലീസ്? ഇന്നലെ രാത്രി 11:00 സംഭവം ഉണ്ടായത്. ഇളയ മകനാണ് കന്യമ്മയെ വീട്ടിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് അയൽക്കാരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായ വിവരം. ഇവർ തൂത്തുക്കുടി സ്വദേശികളാണ്. അവർ ആക്രി പെറുക്കി വിറ്റ് ജീവിതം മുൻപോട്ട് നയിക്കുന്ന ആളുകളാണ്. ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നമ്മളുടെ പക്കലില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മാരിയപ്പനെ, ഇവരുടെ ഭർത്താവായ മാരിയപ്പനെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാരിയപ്പനെ പോലീസ്
ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് നടന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം നമുക്ക് പൂർണ്ണമായൊരു വിവരം ലഭിക്കുകയുള്ളൂ. രാവിലെയോടുകൂടി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഇവരുടെ മൂത്ത മകൻ തമിഴ്നാട്ടിലാണുള്ളത്. സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷം ആയിരിക്കും തീരുമാനമെടുക്കുക. പ്രതീക്ഷ. ശരി ജീവൻ. ഇടവേള. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ഇന്ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. SDP ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ 16 പേരെ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. പള്ളുരുത്തി സ്വദേശി മുഹമ്മദ് ഷഹീമാണ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതെന്ന് കുറ്റപത്രത്തിൽ ഉണ്ട്. ഇനി പിടിയിലാകാനുള്ളവർ അറസ്റ്റിലാകുന്ന മുറയ്ക്ക് അവരെ കൂടി ഉൾപ്പെടുത്തി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. 15 പേരും ഇവരെ സഹായിച്ച 11 പേരും ഉൾപ്പെടെ 26 പേരാണ് പ്രതികൾ. എല്ലാവരും SDPI, പോപ്പുലർ ഫ്രണ്ട്, കാമ്പസ് ഫ്രണ്ട് എന്നീ വർഗീയ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തകരാണ്. ഒന്നാം പ്രതി JI മുഹമ്മദ്, രണ്ടാം പ്രതി ആരിഫ് ബിൻ സലീം ഉൾപ്പെടെ 16 പേർ അറസ്റ്റിലായിട്ടുണ്ട്. 7 പേരെ ഇനിയും പിടികൂടാനുണ്ട്. ഇവർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇവർ പിടിയിലാകുന്ന മുറയ്ക്ക് ഇവരെ കൂടി ഉൾപ്പെടുത്തി അനുബന്ധ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊലപാതകം, കൊലപാതക ശ്രമം, ഗൂഢാലോചന, സംഘം ചേരൽ, ആയുധം കൈവശം വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പള്ളുരുത്തി സ്വദേശി മുഹമ്മദ് ഷഹീമാണ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതെന്ന് കുറ്റപത്രത്തിലുണ്ട്. കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന സുനീഷ് എന്നയാളും അഭിമന്യുവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചുവെന്ന് കുറ്റപത്രം പറയുന്നു. ജൂലൈ 2-നാണ് മഹാരാജാസ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയും വട്ടവട സ്വദേശിയുമായ അഭിമന്യുവിനെ വർഗീയ തീവ്രവാദികൾ കാമ്പസിനുള്ളിൽ കടന്ന് കുത്തിക്കൊലപ്പെടുത്തിയത്. SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഈ 20-കാരൻ. നവാഗതരെ വരവേൽക്കാനുള്ള ചുവരെഴുത്ത് നടത്തുന്നതിനിടെയാണ് സംഘടിച്ചെത്തിയ SDPI വർഗീയവാദികൾ അഭിമന്യു ഉൾപ്പെടെയുള്ളവർക്ക് നേരെ അക്രമം നടത്തിയത്. അഭിമന്യുവിന്റെ സുഹൃത്തും SFI പ്രവർത്തകനുമായ അർജുൻ ഗുരുതരമായി പരിക്കേറ്റ് ഏറെ നാൾ ചികിത്സയിലായിരുന്നു. കേരളീയ പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധമുയർത്തിയ കാമ്പസ് കൊലപാതകം നടന്ന് 85-ാം നാൾ പിന്നിടുമ്പോഴാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. പ്രതികൾക്കെതിരെ കുറ്റമറ്റതും പഴുതടച്ചതുമായ കുറ്റപത്രമാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. റഫേൽ വിവാദത്തിൽ ആടിയുലഞ്ഞ് മോദി സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് മോദി വിഭാഗം. നരേന്ദ്രമോദിക്കെതിരെ അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന പുതിയ വാദവുമായി BJP അധ്യക്ഷൻ അമിത്ഷാ രംഗത്ത് വന്നു. കോൺഗ്രസിനേക്കാൾ വലിയ കള്ളന്മാരാണ് BJP എന്ന് അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് ഫ്രാൻസോ ഒലോന്തയുടെ വെളിപ്പെടുത്തൽ പ്രതിരോധിക്കാനാകാതെ കുഴയുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്, ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി എന്നിവർ വിവാദത്തിൽ വിശദീകരണങ്ങളുമായി എത്തിയെങ്കിലും പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഫ്രാൻസിലെ പ്രതിപക്ഷവുമായി ചേർന്നുള്ള ഗൂഢാലോചനയാണ് റാഫേൽ എന്ന ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ സിദ്ധാന്തത്തെ ട്വിറ്ററിലൂടെ പിന്തുണച്ചു എന്നതിനപ്പുറം റാഫേൽ വിവാദത്തിൽ മൗനത്തിലാണ് നിർമ്മല. പാകിസ്ഥാനും ഒരുമിച്ചുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് വിവാദത്തിന് പിന്നിലെന്ന് അമിത്ഷാ ട്വീറ്റ് ചെയ്തെങ്കിലും വിവാദത്തിൽ പ്രതികരിക്കാൻ അദ്ദേഹവും തയ്യാറായില്ല. RSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിൽ 2017 ഒക്ടോബർ 27-ന് ഫ്രാൻസിന്റെ അന്നത്തെ പ്രതിരോധ മന്ത്രിയാണ് അനിൽ അംബാനിയുടെ റിലയൻസ് പ്രതിരോധ നിർമ്മാണ ഫാക്ടറിക്ക് തറക്കല്ലിട്ടത്. എന്നാൽ ഇതേ സ്ഥാപനം 2012-ൽ തന്നെ ഫ്രാൻസിലെ കമ്പനിയുമായി കരാറൊപ്പിട്ടെന്ന നിയമമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഏറെ പരിഹാസം ഏറ്റുവാങ്ങുകയാണ്. ഡിസംബറിൽ നടക്കേണ്ട രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണം ആരംഭിച്ച BJPക്ക് റാഫേൽ വിവാദവും തിരിച്ചടിയായി. പ്രചാരണ പരിപാടികളിൽ റാഫേലിനെ കുറിച്ച് വിശദീകരിക്കേണ്ട അവസ്ഥയിലാണ് നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വിവാദം കെട്ടടങ്ങിയില്ലെങ്കിൽ ലോക്സഭാ പ്രചാരണത്തിലും റാഫേൽ വിവാദം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് BJP നേതാക്കൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. റഫേൽ ഇടപാടിൽ നരേന്ദ്രമോദിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് VHP നേതാവ് പ്രവീൺ തൊഗാഡിയ. മോദി ഉൾപ്പെട്ട റഫേൽ കേസിൽ അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ എങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തൊഗാഡിയ. Rafael company which was established before 1 week, how such company can get a contract? Second, former president of a France has announced
that Indian government has sent a single name of Mr. Ambani. We haven't any choice. My question is that why government is supporting a particular corporate house? It means there was a mala fide intention. And third, why cost was increased? All three questions should be answered by Mr. Narendra Modi, because he is taking all decision. ഇടുക്കി ജില്ലയിലെ പുഴകളും വരളുന്നു. കനത്ത മഴയിൽ കരകവിഞ്ഞൊഴുകിയിരുന്ന മൂന്നാറിന്റെ പ്രധാന ജലസ്രോതസ്സായ മുതിരപ്പുഴയാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആശങ്കപ്പെടുത്തുന്നതാണ്. കൊടും വരൾച്ചയുടെ സൂചനയാണ് വരണ്ടു തുടങ്ങിയ മുതിരപ്പുഴയാർ നൽകുന്നത്. മുതിരപ്പുഴയാറിന്റെ ഇപ്പോഴത്തെ കാഴ്ചയിലേക്ക് പോകും മുമ്പ് പ്രളയ സമയത്ത് ഈ പുഴ എങ്ങനെയായിരുന്നു ഒഴുകിയിരുന്നത് എന്ന് നോക്കാം. ഒരു മാസം മുമ്പുള്ള ആ ദൃശ്യങ്ങളിലേക്ക്. മുതിരപ്പുഴയാറിൽ സംഗമിക്കുന്ന നല്ല തണ്ണിയാർ, കന്നിമലയാർ എന്നിവയിലെ കുത്തൊഴുക്കിനൊപ്പം മാട്ടുപ്പെട്ടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുക കൂടി ചെയ്തതോടെ മുതിരപ്പുഴയാർ കരകവിഞ്ഞൊഴുകി. മൂന്നാർ, പഴയ മൂന്നാർ മേഖലകൾ തീർത്തും ഒറ്റപ്പെട്ടു. പ്രദേശത്തെ വീടുകളും കടകളും റിസോർട്ടുകളും വെള്ളത്തിലായതോടെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കുടുങ്ങി. ഇനി മുതിരപ്പുഴയാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. പ്രളയാനന്തരമുള്ള കടുത്ത വെയിലിൽ വെള്ളം നന്നേ താഴ്ന്നു. പലയിടങ്ങളിലും നീർച്ചാലുകൾ മാത്രം. ആറിന്റെ ഇരുകരകളിലുമുള്ള കിണറുകളിലെ ജലനിരപ്പ് താഴുന്നതും വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. വെള്ളം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അല്പ ദിവസങ്ങൾക്കുള്ളിൽ പുഴയിൽ വെള്ളമില്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നാട്ടുകാർക്ക് വളരെ ദോഷകരമായിട്ട് ഇന്നിപ്പോൾ തന്നെ കുടിവെള്ളക്ഷാമത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മൂന്നാർ കോളനിയിലും അതുപോലെ തന്നെ ജനവാസ മേഖലകളിലെല്ലാം ജലമില്ലാതാകുന്നതും കുടിവെള്ളം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട്. വെള്ളം സംഭരിച്ചു നിർത്തുന്ന അടിത്തട്ട് പ്രളയത്തിൽ ഒലിച്ചുപോയതാണ് വരൾച്ചയ്ക്ക് കാരണം. തുലാവർഷം കനിഞ്ഞില്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് കൊടും വരൾച്ചയായിരിക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഉള്ള വെള്ളം കരുതലോടെ ഉപയോഗിക്കുകയും ജലസ്രോതസ്സുകൾ മലിനപ്പെടാതെ സൂക്ഷിക്കുകയും വേണം. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. സംസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്തുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സംഘം പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി VR ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലയിൽ സന്ദർശനം നടത്തിയത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംഘം ഇന്ന് ദില്ലിക്ക് മടങ്ങും. ഫ്രാങ്കോ മുളയ്ക്കൽ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചു. ഇന്ന് കസ്റ്റഡി കാലാവധി തീരുകയാണ്. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, അതായത് ഇന്ന് കസ്റ്റഡി കാലാവധി തീരും. ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ വാദഗതികളാണ് ഫ്രാങ്കോ നിരത്തുന്നത്? പ്രജീഷ്, ഇന്ന് തന്നെ ഹർജി പരിഗണിക്കണം എന്ന അപേക്ഷയോടെ, അതായത് ടുഡേ ഇട്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരാവശ്യം കോടതി പരിഗണിച്ചാൽ 1:45 തന്നെ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഫ്രാങ്കോയുടെ ജാമ്യാപേക്ഷ വരും. ഒട്ടേറെ കാരണങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ഈ അന്വേഷണവുമായി ബിഷപ്പ് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലും ജലന്ധറിലും ബിഷപ്പ് സഹകരിച്ചു. ബിഷപ്പ് രാജ്യം വിട്ടു പോയിട്ടില്ല. പാസ്പോർട്ട് അന്വേഷണ സംഘത്തിന് മുമ്പാകെ കെട്ടിവെച്ചിരിക്കുകയാണ്. കൂടാതെ ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങളിലൂടെ ഒന്നും പുറത്തു പോകാൻ സാധിക്കുന്ന സാഹചര്യവുമില്ല. ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് 2 ദിവസമായി. ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. തെളിവെടുപ്പും പൂർത്തിയായി. ഇനി കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, ജാമ്യം അനുവദിക്കണം എന്നാണ് ജാമ്യാപേക്ഷയിലെ ഒരു വാദം. മറ്റൊന്ന്, അറസ്റ്റ് നിയമവിരുദ്ധമാണ് പോലീസ് ചെയ്തത്. കാരണം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിൽ ഇരിക്കെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ബിഷപ്പിനെതിരായ പരാതികളെല്ലാം കെട്ടിച്ചമച്ചതാണ്. പരാതിക്കാരിയായ കന്യാസ്ത്രീക്ക് ബിഷപ്പിനോട് മുൻവൈരാഗ്യമുണ്ട്. അത് കന്യാസ്ത്രീക്കെതിരെ ചില പരാതികൾ ബിഷപ്പിന് ലഭിക്കുകയും അതിന്മേൽ ബിഷപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വൈരാഗ്യം ഉണ്ടായിരിക്കുന്നത്. ആ വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി എത്തിയിരിക്കുന്നത് എന്നതാണ് വാദം. ഏതായാലും പോലീസ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന് വ്യക്തമാണ്. കാരണം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും ഈ പ്രതി. ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സാക്ഷികളെ നിഷ്പക്ഷമായി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ
ബിഷപ്പ് കസ്റ്റഡിയിൽ കഴിയണം, ബിഷപ്പിനെ പുറത്തുവിടാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ തള്ളണം എന്ന ആവശ്യമാകും പോലീസ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വാദത്തിനിടെ ഉന്നയിക്കുക. ഏതായാലും 1:45 ഈ ഹർജി പരിഗണിച്ച് പ്രാഥമിക വാദത്തിന് ശേഷം പിന്നീട് വിശദമായ വാദത്തിന് മാറ്റിവെക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സാരി, അതായത് 376 ഒപ്പം നിർഭയയ്ക്ക് ശേഷമുള്ള വകുപ്പുകളൊക്കെ ശക്തമായ വകുപ്പുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ 1:45 കേസ് ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ചാൽ കൂടി ഏത് നിലയ്ക്കായിരിക്കും കോടതിയിൽ നിന്നും കോടതിയുടെ നിലപാട് സംബന്ധിച്ച് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്? പ്രജീഷ്, അത് കഴിഞ്ഞ ദിവസം ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. അതായത് ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഹൈക്കോടതികൾ ഒരു കാരണവശാലും കേസിന്റെ മെറിറ്റിലേക്ക് പോകേണ്ടതില്ല എന്നൊരു സുപ്രീം കോടതി വിധി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആ സാഹചര്യത്തിൽ ഏതൊക്കെ വകുപ്പുകളാണ് FIRൽ ചുമത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ യാതൊരു പ്രസക്തിയും നിയമപരമായി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കോടതി പരിഗണിക്കേണ്ടി വരും. അത് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രതിയെ ഇപ്പോൾ ബന്ധനത്തിൽ നിന്ന് മോചിതരാക്കിയാൽ, കസ്റ്റഡിയിൽ നിന്ന് പുറത്തുവിട്ടാൽ സാക്ഷികളെ സ്വാധീനിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ പ്രതിയെ ഇപ്പോൾ മോചിപ്പിച്ചാൽ വിചാരണയ്ക്കായി കോടതിയിൽ ഹാജരാകുമോ അല്ലെങ്കിൽ വിചാരണയ്ക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ പ്രതിക്ക് മുൻ ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കോടതിയുടെ മുൻപിൽ പ്രധാനമായും വരിക ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന കാര്യം കോടതി പരിഗണിച്ചാൽ നമുക്കറിയാം ഒരു ബിഷപ്പ് എന്ന നിലയ്ക്ക് മറ്റ് കേസുകളിലൊന്നും ഈ ഫ്രാങ്കോ പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയല്ല ഫ്രാങ്കോ എന്ന് കോടതി നിരീക്ഷിക്കാൻ തന്നെയാണ് സാധ്യത. മറ്റ് 2 കേസുകളാണ് ഇതിൽ അതിനേക്കാൾ പ്രധാനമായി വരിക. ഒന്ന്, സാക്ഷികളെ സ്വാധീനിക്കുമോ എന്നുള്ളതാണ്. പോലീസ് അങ്ങനെ ഒരു വാദം ഉന്നയിക്കും, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. കാരണം ഒരു ബിഷപ്പ് എന്ന നിലയ്ക്ക് സഭയിലും സമൂഹത്തിലും അധികാര കേന്ദ്രങ്ങളിലുമൊക്കെ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്. അയാളെ പുറത്തുവിട്ടാൽ സാക്ഷികളെ സ്വാധീനിക്കും എന്ന വാദം പോലീസ് ഉറപ്പായും ഉന്നയിക്കും എന്നുള്ളത് ഒരു കാര്യമാണ്. ഒപ്പം തന്നെ വിചാരണയ്ക്ക് ലഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഏതായാലും വിചാരണയ്ക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ പൂർണ്ണമായി ഉറപ്പു പറയാൻ കഴിയില്ല. കാരണം രാജ്യത്താകമാനം സ്വാധീനവും ബന്ധങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് ബിഷപ്പ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ പുറത്തുവിട്ടാൽ രാജ്യത്തിന് പുറത്തു പോവില്ലെങ്കിലും രാജ്യത്തിനകത്ത് മറ്റെവിടെയെങ്കിലും ഒളിവിൽ പോകാനുള്ള സാധ്യതകളുണ്ട് തുടങ്ങിയ വാദങ്ങളായിരിക്കും പോലീസ് ഉന്നയിക്കുക. അതുകൊണ്ട് തന്നെ കേസിന്റെ മെറിറ്റിലേക്ക് ഹൈക്കോടതിക്ക് കടക്കാൻ നിയമപരമായ പരിമിതികളുണ്ട് ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഹൈക്കോടതി എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളത് ഈ ജാമ്യാപേക്ഷയിൽ നിർണായകമാണ്. ശരി, സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.